സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണോ? പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കുക. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലല്ല ഇപ്പം നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. സെൻകുമാറിനെ കുറിച്ച് അന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇങ്ങനെ. ഈ മുഖ്യമന്ത്രി എതിർത്തത് കൊണ്ട് മാത്രം ഈ DGP ജനപ്രിയനായി. ഈ മുൻ DGP TP സെൻകുമാർ ജനപ്രിയനായി. ഈ മുഖ്യമന്ത്രി എതിർത്തത് കൊണ്ട് മാത്രം വർഗീയ അജണ്ട ഹൃദയത്തിൽ സൂക്ഷിച്ച ഈ DGP വിശുദ്ധനായി. പക്ഷേ കുറുക്കൻ നിലാവ് കണ്ടപ്പോൾ ഓരിയിട്ടു. നവോത്ഥാന കേരളം കേട്ടാലറയ്ക്കുന്ന സേഫ്റ്റി ടാങ്ക് പോലുള്ള വർഗീയ മാലിന്യം ഈ മുൻ യൂണിഫോം ധാരി പറയുന്നു. ഞെട്ടിപ്പോയി. മൃതഭാവേ ദൃഢകൃതേ എന്നോതി എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണേണ്ട ഈ മഹാനുഭാവൻ ജാതി തിരിച്ച് മ്ലേച്ഛമായി ചിന്തിച്ചു. അത് പറഞ്ഞു. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു മുതല വളരുന്നു, അത് നിങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞ കവിക്ക് ഇവിടെ സ്തുതി പറയുന്നു. ഇവിടെ സമൂഹ മസ്തിഷ്കത്തിലെ മുതലയായിരുന്നു ഈ മുൻ DGP. ഇതിനെ മറ്റൊരു വിധത്തിൽ വളച്ചൊടിച്ച് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കളമൊരുക്കാനൊരുങ്ങുന്ന ഒരു കോണും തിളക്കേണ്ട. ഇവിടെ മതേതരവാദികളുണ്ട്, അവർ നേരിട്ടോളും ഈ വർഗീയ നീക്കത്തെ. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത് TP സെൻകുമാറിന്റെ കാക്കിക്കുള്ളിലെ ആ കാവ്യ മനസ്സിനെ കുറിച്ചാണ്. തീർച്ചയായും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് TP സെൻകുമാറിന്റെ മനസ്സിലുള്ള വർഗീയത ഒരു പ്രമുഖ വാരികയ്ക്ക്, സമകാലിക മലയാളം എന്ന വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നുകാട്ടി. ആ A വിജയരാഘവൻ CPIM മുതിർന്ന നേതാവ്, ഒപ്പം കേസരിയുടെ NR മധു, MN കാരശ്ശേരി, ഹമീദ് ചേന്നമംഗല്ലൂർ, ഫസൽ ഗഫൂർ എന്നിവരും നമ്മുടെ ചർച്ചയിൽ ചേരുന്നു. റംഷാദ് എന്ന ഈ അഭിമുഖം നടത്തിയ പത്രപ്രവർത്തകനും നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. തീർച്ചയായും നമ്മുടെ ചർച്ച തുടരുമ്പോൾ ആദ്യമായി ശ്രീ NR മധുവിലേക്ക്. ശ്രീ NR മധു, സംഘപരിവാറിനോ RSSനോ BJPക്കോ ഈ മുൻ DGP പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശ്രീ NR മധു, ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നില്ല. ചോദ്യം ഒന്നുകൂടെ പറയൂ, പൂർണ്ണമായിട്ട് കേട്ടില്ല. അതായത് ഈ മുൻ DGP TP സെൻകുമാർ ഇപ്പോൾ ഒരു പ്രമുഖ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വർഗീയ വിഷം ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഈ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് സംഘപരിവാറിനോ RSSനോ BJPക്കോ യോജിപ്പുണ്ടോ? TP സെൻകുമാർ പറഞ്ഞ അഭിപ്രായം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് മേധാവിയായി കേരളത്തിൽ ഇരുന്നയാളാണ്. അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ കിട്ടുന്നത് സ്വാഭാവികമായും പോലീസ് മേധാവിയായിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും. അത് അദ്ദേഹം ആ വിവരങ്ങൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വരുന്ന അദ്ദേഹം ആ പോലീസ് മേധാവി ആയിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 100 കുട്ടികൾ കേരളത്തിൽ ജനിക്കുമ്പോൾ അതിൽ 42 കുട്ടികൾ മുസ്ലിങ്ങളാണ്. അതൊരു അപകടമാണെന്നൊന്നുമുള്ള പക്ഷം ഞങ്ങൾക്കില്ല. എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ പറഞ്ഞത്? 100 കുട്ടികൾ ജനിക്കുമ്പോൾ ഈ 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികൾ മുസ്ലിമാണ് എന്ന് വരുന്ന ഒരു അപകടമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് 4ഓ 5ഓ വിവാഹങ്ങളൊക്കെ കഴിക്കാം. അതനുസരിച്ച് സ്വാഭാവികമായിട്ട് കുട്ടികളുടെ എണ്ണം കൂടും. അദ്ദേഹം ഉദ്ദേശിച്ചത് ആനുപാതികമായി തീവ്രവാദവും അതുപോലെ രാഷ്ട്രവിദ്രോഹ പ്രവർത്തനങ്ങളും ആ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ, മത തീവ്രവാദത്തെ നിയന്ത്രിക്കാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ശ്രമം വേണം. അതിലെന്താ തെറ്റ്? അത്
ദേശീയമായി ചിന്തിക്കുന്ന, സാമൂഹ്യമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അദ്ദേഹം പറഞ്ഞത് ന്യായമായിട്ടല്ലേ തോന്നും. അപ്പൊ നമ്മൾ അതിനെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം സമൂഹത്തിൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ അപകടമാണ്. സ്വാഭാവികമല്ലേ? കാരണം മുസ്ലിം സമൂഹത്തിൽ ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹത്തെ പോലെയോ ഹിന്ദു സമൂഹത്തെ പോലെയോ അല്ല, ഒന്നിലധികം വിവാഹം കഴിക്കാൻ സാധിക്കും. ഇപ്പൊ 42 കുട്ടികൾ ഉണ്ടാവുന്ന അപകടമല്ല, ആ 42 കുട്ടികളിൽ തീവ്രവാദ പ്രവണതയിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് കേരളീയ സമൂഹത്തിൽ കൂടുതലാണ്. കാരണം നമ്മൾ നിഷ്പക്ഷമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ പോലും എങ്ങനെയാണ് സമീപിക്കുന്നത്? ടി പി സെൻകുമാർ വർഗീയമായി പറഞ്ഞു എന്നൊക്കെയല്ലേ നമ്മളിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ടി പി സെൻകുമാറിനെ പോലെ പോലീസ് മേധാവിയായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനഭിമതനാണെങ്കിൽ പോലും അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയിട്ട് പോലീസ് മേധാവിയായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അത് മറ്റൊരു ക്രൈറ്റീരിയയിലെ വിഷയമാണ്. പക്ഷേ ഇവിടെ ശ്രീ NR മധു, അതായത് മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിൽ ജനസംഖ്യ പെരുകുന്നു, അത് തീവ്രവാദത്തിലേക്ക് വഴിവെക്കുന്നു എന്ന സംഘ് പരിവാറിന്റെ വാദത്തെയാണ് താങ്കൾ ഉന്നയിച്ചത്. പക്ഷെ അതൊരു പൊതു ഉദ്യോഗസ്ഥൻ, മുഖ്യധാരയിൽ നിന്ന ഉദ്യോഗസ്ഥൻ, പൗരന്മാരെ ഒരുപോലെ കാണേണ്ട ഉദ്യോഗസ്ഥൻ കണ്ടു എന്നതാണ്. താങ്കൾക്ക് വിശദീകരിക്കാം. ഇതൊന്നും എന്റെ അഭിപ്രായമല്ല. ചോദ്യങ്ങൾ, സമൂഹത്തിലെ ചോദ്യങ്ങളുടെ പ്രതിനിധീകരണം ഞാൻ മുമ്പോട്ട് വെക്കുന്നു എന്ന് മാത്രം. ശ്രീ മധു, അതായത് ഹൈന്ദവ വർഗീയവാദത്തെ സംബന്ധിച്ച് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നില്ല. ഹിന്ദുക്കളുടെ ജനസംഖ്യ ഉയരുന്നതുമായി ബന്ധപ്പെട്ടോ കാസർഗോഡ് ഒരു കുട്ടിയുടെ തലയറുത്തതടക്കം RSSുകാർ ചെയ്ത കാര്യങ്ങൾ, പള്ളിയിൽ കയറി ഒരു മുസ്ലിം പുരോഹിതന്റെ തലയറുത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തീവ്രവാദത്തിന്റെ ലിസ്റ്റിൽ വരാവുന്നത് തന്നെയാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടമാണ്. പക്ഷെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ദേശീയതയുടെ പ്രച്ഛന്ന വേഷമുണ്ട് എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണ്. ആ അർത്ഥത്തിൽ തന്നെ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഹൈന്ദവ തീവ്രവാദത്തെ സംബന്ധിച്ചും അത് പെരുകുന്നതിനെക്കുറിച്ചും സെൻകുമാർ പറഞ്ഞില്ല എന്നതുകൂടി താങ്കൾക്ക് പറയാമല്ലോ. അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്, അത് മതേതര പാർട്ടികൾ പറയട്ടെ. ശ്രീ മധു, ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കട്ടായി പോകുന്നുണ്ട്. അല്ല, ഹൈന്ദവ തീവ്രവാദം വർദ്ധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് കാസർഗോഡ് മുസ്ലിം കുട്ടിയുടെ തലയറുത്തു എന്ന് പറയുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീവ്രവാദ പ്രസ്ഥാനമല്ലേ? നാദാപുരത്ത് മുസ്ലിങ്ങളെ ആക്രമിച്ച് മുസ്ലിം വീടുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇവിടെ വടകരയില് കൊലപാതകം വിഷയത്തെ മാറ്റാനുള്ള കുതന്ത്രം വിജയിക്കില്ല. ശ്രീ മധു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം അതിന്റെ നേതാവ് പറയട്ടെ. എനിക്കറിയേണ്ടത് DGP ഇവിടുത്തെ പൗരന്മാരെ നീതി നടപ്പാക്കൽ കൃത്യമായി നടത്താൻ വേണ്ടി ഈ നാട് ഔദ്യോഗികമായി ഏൽപ്പിച്ചിരുന്ന മുൻ DGP TP സെൻകുമാറിന്റെ മനസ്സിലെ ഈ വർഗീയ വിഷം ധ്വനിപ്പിക്കുന്ന വാക്കുകൾ. ഇങ്ങനെ പൗരന്മാരെ ജാതി തിരിച്ചു കാണുക എന്നത് താങ്കൾ തന്നെ പറഞ്ഞു, അത് താങ്കളുടെ പക്ഷം. മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടിയാൽ പോലും ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത് തന്നെ തെറ്റാണ്. ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത് മാലിന്യത്തിന്റെ ഏത് വശമാണ് നല്ലത് എന്നതുമായി ചർച്ച ചെയ്യുന്നതിന് സമാനമാണ്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നത് ശരിയല്ല. അതിലെ ധാർമ്മികതയാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രമാത്രം, എന്തുകൊണ്ട് DGP അങ്ങനെ പറഞ്ഞു എന്നത് നിങ്ങളെ തൃപ്തിപ്പെടുന്ന വാക്കുകൾ മാത്രമായിരിക്കാം. പക്ഷെ തൃപ്തിപ്പെടാതെയുള്ള ഒരുപാട് മതേതര മനസ്സുകളുണ്ട്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് അറിയേണ്ടത് ഇത്രമാത്രം, എന്തുകൊണ്ട് DGP ബാലൻസ്ഡായി ഈ വർഗീയതയെ കണ്ടില്ല? അല്ല, DGPക്ക് അദ്ദേഹം നമുക്കറിയാമല്ലോ, കേരളത്തിൻ്റെ പോലീസ് മേധാവി ആയിരുന്നയാളാണ്. അദ്ദേഹം പോലീസ് മേധാവി ആയിരിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. ആ വിവരങ്ങളെ നമ്മൾ ഗൗരവത്തോടു കൂടി എടുത്ത് അതിൽ വർഗീയത കാണുകയല്ലോ ചെയ്യേണ്ടത്. അദ്ദേഹം വർഗീയമായ കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 42 കുട്ടികൾ മുസ്ലിങ്ങളിൽ ആനുപാതികമായി ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുന്നു. ആര് സമ്മതിക്കുന്നു? എന്തടിസ്ഥാനം? അതാണ് മർമ്മത്ത് പിടിക്കാം. അതായത് ഇത്തരം വാക്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘ് പരിവാർ കേന്ദ്രങ്ങളാണ്. ഇതിന് സമാനമായ മറ്റു ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയക്കാരുമുണ്ട്. അവർക്കുമുണ്ട്. നെല്ല് പറയട്ടെ. അതായത് ഇത്തരം ഒരു വാക്യം, ഇതിൻ്റെ തെളിവെന്ത്? അതായത് സോഷ്യോ കാസ്റ്റ് ആയി ബന്ധപ്പെട്ട ഒരു സെൻസസ് സർക്കാർ എടുത്തിരുന്നു. ആദ്യത്തെ പേപ്പർലെസ് സെൻസസ് ആയിരുന്നു അത്. ഓരോ ഉദ്യോഗസ്ഥനും കമ്പ്യൂട്ടർ കൊടുത്ത് അതിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെ 2011
ഘട്ടത്തിൽ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ചിലത് മാത്രമാണ് പുറത്തേക്ക് വിട്ടത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന ഘട്ടത്തിൽ. ഈ തെളിവ്, ഈ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടി സെൻകുമാറിന്? നിങ്ങൾ അന്വേഷിച്ചോ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സെൻകുമാർ, നമ്മളൊരു സാധാരണ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ സെൻകുമാർ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സെൻസസുകൾ ജാതി തിരിച്ചും മതം തിരിച്ചും തൊഴിലിന്റെ അടിസ്ഥാനത്തിലുമൊക്കെയാണല്ലോ സെൻസസ്. അപ്പൊ ടി.പി. സെൻകുമാറിന് ഈ വിവരം കിട്ടിയത് എവിടുന്ന് എന്ന് ചോദിക്കേണ്ടത് സ്വാഭാവികമായിട്ടും നിങ്ങളെ പോലെയുള്ളവരാണ്. അപ്പോ പിന്നെ ഒരു ലോജിക്ക്, സാമാന്യ ലോജിക്ക്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ നിരവധി വിവാഹം കഴിക്കാനുള്ള അനുവാദം അവരുടെ മതം കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അവരിൽ ജനസംഖ്യ വർദ്ധിക്കാം. ആ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു അപകടമാണെന്ന പക്ഷം സംഘപ്രസ്ഥാനങ്ങൾക്കില്ല. സംഘപ്രസ്ഥാനങ്ങൾക്ക് അത് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ ആനുപാതികമായി ഭീകരവാദ പ്രവർത്തനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആരാണ്? നിങ്ങൾ നോക്കൂ, ലോകം മുഴുവൻ നോക്കൂ, നമ്മുടെ കേരളത്തിലോ ഭാരതത്തിലോ അല്ല, ലോകം മുഴുവൻ നോക്കൂ, ആരാണ് ഭീകര പ്രസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? ശരി, മതി. ശ്രീ എ വിജയരാഘവൻ, അതായത് സംഘപരിവാർ ആശയങ്ങളെ പറഞ്ഞു. ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്, അവരുടെ കുട്ടികൾ ഇന്ത്യൻ പൗരന്മാരുടെ കുട്ടികളായ പൗരന്മാരാണ് എന്ന് പോലും കാണാൻ സംഘപരിവാർ കാണാത്തത് അവരുടെ രാഷ്ട്രീയം. അതൊക്കെ നിങ്ങൾ പല ഘട്ടങ്ങളിൽ പൊളിച്ചു പറയുന്നതാണ്. പക്ഷേ ഇവിടെ പ്രസക്തി മുൻ DGP സെൻകുമാർ പറഞ്ഞ ആ അഭിപ്രായത്തോട് യോജിക്കാൻ സംഘപരിവാറിന് കഴിയുന്നു എന്ന രാഷ്ട്രീയം അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സെൻകുമാറിനെ ഈ ഘട്ടത്തിൽ നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? അല്ല, ഇതിൽ സെൻകുമാറിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി പുറത്തേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളെ നമ്മൾ പൊതുവെ സമൂഹ വിഷയങ്ങളെ ചർച്ച ചെയ്യപ്പെടാം, അത് സംബന്ധിച്ചുള്ള സംവാദങ്ങളാവാം, അഭിപ്രായ പ്രകടനങ്ങളും ആവാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇന്നലെ വരെ കേരളത്തിലെ പോലീസിൻ്റെ തലപ്പത്തിരുന്ന ഒരാൾ, അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞ ഒരു 2-3 ദിവസമായി, ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം അതിലുണ്ട്. എന്താ വെച്ചാൽ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ പക്വമായൊരു പെരുമാറ്റമാണ്. അവർക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ച്, പൊതു ദൈനംദിന സാമൂഹ്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളുണ്ടാവും. അതിൽ കുറേ സ്വകാര്യ വിവരങ്ങളുണ്ടാവും. ഒക്കെ സമൂഹ താല്പര്യത്തിന് വേണ്ടി മാത്രമേ അവരൊക്കെ സംസാരിക്കാവൂ. അതെപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സമൂഹ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ആരും സാധാരണഗതിയിൽ പ്രൊമോട്ട് ചെയ്യാത്ത ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മുസ്ലിമിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെ അതൊരു വളരെ അപകടകരമായ കാഴ്ചപ്പാടാണ്. ഇന്ത്യയിലിപ്പോൾ മുഖ്യധാര പാർട്ടി എന്ന നിലയ്ക്ക് RSS സംഘപരിവാറും BJPയും മുസ്ലിം വിരുദ്ധത വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ആ മുസ്ലിം വിരുദ്ധത ഇവിടെ RSS പ്രചരിപ്പിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രചരിപ്പിക്കുന്നു. ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിയ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിലെ വലതുപക്ഷം ഇന്ന് ട്രംപ്, പിന്നെ നമ്മുടെ ലെപ്പനെ പോലെയുള്ള പാർട്ടികൾ ഫ്രാൻസിൽ, അപ്പോൾ വലിയ തോതിൽ ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു പ്രചരണമാണ് ഇസ്ലാമോഫോബിയ. ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ വലിയ സ്വാധീനം വഹിച്ചെടുത്തുന്നുണ്ട്. പക്ഷേ അതിനെതിരായിട്ട് ജനം നിൽക്കുന്നു. ഈ ഇസ്ലാമോഫോബിയയുടെ ഒരു കേരള പതിപ്പ് ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഈ പറഞ്ഞ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി പോണ്ട. 2011 ഒരു സെൻസസ് ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. ആ സെൻസസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് എന്താ? മുസ്ലിം സമുദായത്തിനകത്ത് പഴയതുപോലെ അംഗസംഖ്യ വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയുന്നു, കേരളത്തിലെ എല്ലാ സമുദായത്തിനകത്തും അംഗസംഖ്യ വർദ്ധിക്കുന്നില്ല. ഹിന്ദുവിൽ വർദ്ധിക്കുന്നില്ല, ക്രിസ്ത്യാനിയിൽ വർദ്ധിക്കുന്നില്ല, മുസ്ലിമിലും ആനുപാതികമായി മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായത്തിനകത്തും 2011 സെൻസസ് വന്നപ്പോൾ വലിയ വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വാദമൊന്നും ഒട്ടും ശരിയല്ലാത്ത, വളരെ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വാദം ഒരു തരം റിപ്പോർട്ടിന്റെയും പിൻബലമില്ലാതെ തീർച്ചയായും അതിന്റെ ഉദ്ദേശങ്ങളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാം. ഇപ്പോൾ ഫസൽ ഗഫൂർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, അതായത് ഗുരുവായൂർ ക്ഷേത്രം കത്തിയ ഘട്ടത്തിൽ അതിന് തീയണയ്ക്കാനെത്തിയ മുസ്ലിം പാരമ്പര്യമുണ്ട്. എന്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുതിർന്ന CPIM നേതാവ് ശ്രീ പിണറായി വിജയൻ പോലും വർഗീയ കലാപമുണ്ടായ ഘട്ടത്തിൽ ക്ഷേത്രത്തെയും പള്ളിയെയും ഒക്കെ സംരക്ഷിക്കാൻ നെഞ്ചുവിരിച്ചു നിന്നിട്ടുണ്ട്. എന്തിന് താങ്കളുടെ പിതാവ് പോലും SNDPക്കോ NSSനോ ഏതിനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ വായിച്ചതാണ്,
ഭൂമി കൊടുത്ത പാരമ്പര്യമുണ്ട്. ഇങ്ങനെ മതേതരത്വത്തിൻ്റെ വലിയ നവോത്ഥാന കേരളത്തിൽ ഇത്തരത്തിലൊരു DGP പറഞ്ഞതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് DGP സെൻസസ് കമ്മീഷണർ അല്ല. അദ്ദേഹം പോലീസ് കമ്മീഷണർ ആയിരുന്നിരിക്കാം ചെറുപ്പകാലത്ത്. സെൻസസ് കമ്മീഷണർ അല്ല. അദ്ദേഹത്തിന് ഈ ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇനി അങ്ങനെ കിട്ടിയെങ്കിൽ തന്നെ തെറ്റായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റഡീസും കാണിക്കുന്നത് മുസ്ലിമുകളുടെ ഇടയിൽ ബഹുഭാര്യത്വം കുറവാണ് മറ്റുള്ള സമുദായങ്ങളുടെ വെച്ച് നോക്കി. നമുക്കെല്ലാം ഇതൊക്കെ പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ അവിടെ അടുത്തുള്ള RSSന്റെ സുഹൃത്ത് അദ്ദേഹം എവിടെ നിന്ന് അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടിയെന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ടാമതുള്ള കാര്യം, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഇടയിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം വർഗീയമായിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാർ ആട്ടി ഓടിച്ചു എന്നാണ്. എവിടെ ആട്ടിയോടിച്ചു എന്നാ പറയുന്നത്? മൊത്തം അറബ് രാഷ്ട്രങ്ങളിൽ ആകെ ഉണ്ടായിരുന്നത് 3 ലക്ഷം ജൂതന്മാരാണ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ. അവർ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം വന്നപ്പോൾ അവർ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ചരിത്രപരമായി മുസ്ലിമുകളും ജൂതന്മാരും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ല. പോരാട്ടം ഉണ്ടായിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് കാലത്ത് ജൂതന്മാർ ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോണ്ടി വന്നതിന് കാരണം അത് നെബുക്കദ്നസറും അതുമാതിരി തന്നെ റോമാ ചക്രവർത്തിയായിട്ടുള്ള ഹാഡ്രിയാന്റെ കാലത്ത് അവരാണ് ആട്ടിയോടിച്ചത്. അന്ന് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതം പോലും ഇല്ല. അപ്പൊ ചരിത്രത്തെ പോലും ഒരു IAS ഓഫീസറല്ലേ ഇതൊക്കെ പഠിച്ചാണ്ടേ, അല്ലെങ്കിൽ വിവരമില്ലെങ്കിൽ വിവരമില്ലാന്ന് മനസ്സിലാക്കണം. ചരിത്രം പോലും വളച്ചൊടിച്ചിരിക്കുകയാണ്. ജൂതന്മാരെ കാട്ടി ഓടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, ക്രൈസ്തവ സമുദായവും ജൂതന്മാരും തമ്മിൽ പോരാട്ടം ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ ഹിറ്റ്ലർ ഏത് മതത്തിൽപ്പെട്ട ആളാ? അതായത് ചോദിക്കട്ടെ, ഹോളോകോസ്റ്റ് എന്ന പേരിൽ നരഹത്യ എവിടെ നടന്നത്? ഒന്ന്. രണ്ടാമത്, ഇന്ത്യയിൽ ഇതുമായത്തിന് ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ സമുദായമായിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതാണ് ശ്രീ ഫസൽ ഗഫൂർ ഇത്തരത്തിൽ ഇതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അന്വേഷിക്കുകയും ഇങ്ങനെ മതേതരവാദികളെ പോലും വർഗീയതയുടെ കുടുക്കിൽ വീഴ്ത്താനുള്ള ഒരു തന്ത്രവും അതുവഴി സംഘപരിവാറിൽ നിന്ന് നേട്ടവും കാംക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആ രീതിയിൽ മതേതരത്വത്തിന്റെ ജാഗ്രതയിൽ നേരിടേണ്ടേ? തീർച്ചയായിട്ടും അത്. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്നും ആദ്യം നമ്മൾ വിചാരിച്ചതല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ മാതിരി നമ്മളെല്ലാം വിചാരിച്ചത് ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിന് ഇഷ്ടക്കേടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, കോടതിയിലൊക്കെ പോകേണ്ടത്. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ നമുക്ക് പുറത്തു വന്നു കഴിഞ്ഞില്ലേ? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം തന്നെ അദ്ദേഹം എന്തിനാണ് പറയുന്നത്? ഔട്ട് ഓഫ് ദ വേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതായത് 42 മുസ്ലിമുകളുടെ എണ്ണം കുറവ്. മുസ്ലിമുകളുടെ എണ്ണത്തിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ഇവിടെ വന്നിട്ടുണ്ട്. മുസ്ലിം എണ്ണം 4%, ഇപ്പോഴുള്ളമാര് 4% വ്യത്യാസം കൂടുതൽ ഉണ്ടാവുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കണക്കുകൾ മുഴുവൻ ഞാൻ പഠിക്കുകയും നോക്കുകയും ചെയ്തു. പക്ഷെ അത് ചർച്ച ചെയ്യുന്നത് വ്യർത്ഥമാണ്. അത് ഉദ്ദേശിക്കുന്നത് കഴുകന്റെ വിശപ്പടക്കലാണ്. അത്തരത്തിൽ ജനസംഖ്യ കൂടിയാലെന്ത് കുറഞ്ഞാലെന്ത്, ഇന്ത്യൻ പൗരന്മാരാണല്ലോ. ആ രീതിയിലേക്കുള്ള വർഗീയ ലാക്ക് വെച്ചുകൊണ്ടുള്ള ചർച്ച തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ ഉദ്ദേശശുദ്ധികളെ തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കലും മുൻ DGP ആയിരുന്ന TP സെൻകുമാറിൻ്റെ ആ സങ്കേതത്തെയാണ് ആക്രമിക്കേണ്ടത്. ഇവിടെ ഒരു കോൺഗ്രസ്സുകാരൻ ഇരിപ്പുണ്ട്, BRM ഷഫീർ. താങ്കൾ അടക്കമുള്ളവർ തലയിൽ കെട്ടിവെച്ചിരുന്ന DGP സെൻകുമാർ ഇടതുപക്ഷം എതിർത്തു. ഇതിന് യോഗ്യനല്ല എന്ന് കണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു. UDF കാലത്ത് സർക്കാർ ചുമത്തിയ UAPAകൾ, സോളാർ പാറ്റൂർ അടക്കമുള്ള നാണം കെട്ട കേസുകൾ, ഇതിലൊക്കെ സർക്കാരിനെ അനുകൂലിച്ച TP സെൻകുമാറിന്റെ ഉള്ളിലെ അജണ്ടകൾ ചർച്ച ചെയ്യാതെ വയ്യ. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെയോ ഇപ്പോഴത്തെ LDFന്റെയോ സർക്കാരിൻ്റെ DGPയുടെ പ്രസ്താവനയല്ല പുറത്തു വന്നത്. DGP ആയിരിക്കുന്ന സെൻകുമാർ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായി ഞാനൊരിടത്തും കേട്ടിട്ടില്ല, ഒരിടത്തും വായിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, പക്ഷെ DGP ആയിരിക്കുന്ന ഒരു സെൻകുമാർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് മെഷറെയും സ്വാഭാവികമായിട്ടും അത് സ്ക്രൂട്ടിനി ചെയ്യേണ്ട ആവശ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ DGP സെൻകുമാർ ഇപ്പോൾ ഔദ്യോഗികമായി സർവീസിലില്ലല്ലോ. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അവസാനം ഇറങ്ങിയ ഒരു അഭിമുഖം മലയാളം എന്ന് പറയുമ്പോൾ സമകാലിക മലയാളത്തിൽ ഇറങ്ങിയ അഭിമുഖത്തിൽ പറയുന്നു, എനിക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നതിലും ഇഷ്ടമുള്ള രാഷ്ട്രീയ മീമാംസ പറയുന്നതിലൊന്നും കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പത്രങ്ങളിൽ വന്ന ഇതിനെക്കുറിച്ച് കുറച്ചൊന്ന് വായിച്ചു. അപ്പോൾ അതിലെ ആദ്യത്തെ വാചകം വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. എന്താണ്? ഏതെങ്കിലും ഒരു മതത്തിൽ അതിനെ സംബന്ധിച്ച് മതത്തിനകത്ത് തീവ്രവാദമുണ്ടായാൽ ആ തീവ്രവാദത്തിൻ്റെ തീയെ കെടുത്താൻ
ആ മതസമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന സെൻകുമാറിന്റെ ഫസ്റ്റ് നിരീക്ഷണം വളരെ ശരിയാണ്. അത് RSSലായിരുന്നാലും അത് ശരിയാണെന്ന് തോന്നുന്നത് ഈ ഇരിക്കുന്ന വിജയരാഘവനെ പോലുള്ള മതേതരവാദികൾ പറയുമ്പോഴാണ്. അത് ഏതർത്ഥത്തിൽ ഷഫീർ അത് ഒരു കുടുക്കാണ്. അതായത് തീവ്രവാദം എന്നത് ആ സമുദായത്തിന്റെ മാത്രം സ്വത്താണെന്നും ആ സ്വത്തിനെ അവരിൽ നിന്ന് എത്തുന്നു എന്നത് ഹൈന്ദവ തീവ്രവാദത്തെയോ RSSനെയോ സംബന്ധിച്ച് അദ്ദേഹം വെള്ളപൂശിയാണ് പറയുന്നത്. ആ ബാലൻസിംഗ് ഇല്ല, അത് ഉത്തരവാദിത്തക്കേടാണ്. വരിയിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇങ്ങനെ പറയുന്നുള്ളൂ, മത തീവ്രവാദത്തെ ചെറുത്തു തോൽപ്പിക്കാൻ അതാത് മതങ്ങളിലെ ശക്തികൾക്ക് മാത്രമേ. അങ്ങനെയല്ല ന്യൂനപക്ഷ വർഗീയത, ന്യൂനപക്ഷ തീവ്രവാദത്തെ അല്ല, ന്യൂനപക്ഷ തീവ്രവാദത്തെ ശ്രീ ഷഫീർ കുമാറിനെ വല്ലാതെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കോൺഗ്രസ് വല്ലാതെ ന്യായീകരിക്കാതെ വിദഗ്ധമായി ന്യായീകരിക്കുന്നു. ഷഫീർ ഒരൊറ്റ കാര്യം, അതായത് വർഗീയതയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട പരാമർശമോ അല്ല. ന്യൂനപക്ഷ വർഗീയതയിൽ നിന്നുണ്ടാകുന്ന വർഗീയതകളെ ചെറുക്കേണ്ടത് അതാത് സമുദായത്തിൽ നിന്നാണെന്ന് എടുത്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്ക് ആ ഇന്റർവ്യൂ എടുത്ത സാക്ഷാൽ റംഷാദ് ഇവിടെ ഇരിപ്പുണ്ട്. റംഷാദ് പറയട്ടെ. മലയാളത്തിൽ റംഷാദിന്റേതായി പുറത്തു വന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന ചർച്ചയുടെ ആദ്യത്തെ വരിയാണ് ഞാൻ വായിച്ചത്. ആ വരി ഇങ്ങനെയാണ്: മത തീവ്രവാദത്തെ ചെറുക്കാൻ, നേരിടാൻ ആരോപണ വിധേയമായ സമുദായത്തിന്റെ പിന്തുണയോടുകൂടി മാത്രമേ കഴിയുള്ളൂ. ആരോപണ വിധേയമായ സമുദായം ഏത് സമുദായത്തിലാണ് മത തീവ്രവാദികൾ പിന്നെ ഉണ്ട് എന്ന് താഴോട്ട് വായിക്കാത്തത് കൊണ്ടാണ് ഷഫീറിന് തോന്നുന്നത്. ഞാൻ താഴോട്ട് വായിച്ചു, ഞാൻ താഴോട്ട് കൃത്യമായിട്ട് വായിച്ചിട്ട് തന്നെ. ആളെ കൊല്ലുന്ന തീവ്രവാദം അപകടകരമായ ഒരു കാര്യം, റീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി 512 ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അത് പോലീസുകാരാണോ? അങ്ങനെയാണെങ്കിൽ അത് UDFന്റെ കാലത്താണോ ചെയ്തത്? അവർ ഇപ്പോഴും LDF തുടരുന്നുണ്ടോ? LDFന്റെ സർക്കാരും ഈ റീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പിന്നെ ഏറ്റവും അവസാനം DGP ആയിരുന്ന സമയത്തും തുടരുന്നുണ്ടോ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, റീ റാഡിക്കലൈസേഷൻ പർപ്പസ് മതതീവ്രവാദം എന്ന് പറയുമ്പോൾ കേൾക്കുക ഷഫീർ, തീവ്രവാദം എന്ന് പറയുമ്പോൾ RSS ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. IS-ഉം RS-ഉം തമ്മിൽ ആ നാഷണൽ സ്പിരിറ്റ് എന്താണ്? ബാക്കിയുള്ളവരൊന്നും നാഷണലിന്റെ ഭാഗം. ശ്രീ റംഷാദ്, നിങ്ങൾക്ക് ആ അപകടം കാണാനാകുന്നില്ല. അതാണ് കാരണം, നേരത്തെ തലയിൽ കയറ്റി വെച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ അജിം ഷാദേ, ഞങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ DGP സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇറക്കി വിട്ടപ്പോ അത് ശരിയല്ല എന്ന സമീപനത്തിൽ ഇന്ന് വൈകുന്നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെയാണോ? വർഗീയതയുടെ ആരോപിച്ചാണോ അദ്ദേഹത്തെ ഇറക്കി വിട്ടത്? അദ്ദേഹം ഈ സീറ്റിന് ശരിയല്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അജിം ഷാ സുപ്രീം കോടതിയേക്കാൾ വലിയ വക്കീൽ ചമയരുത്, സുപ്രീം കോടതിയേക്കാൾ വലിയ ജഡ്ജി ചമയേണ്ട. അദ്ദേഹത്തിന്റെ സർവീസിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടേണ്ട നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ UDF അദ്ദേഹത്തിന്റെ പക്ഷം നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിവിടുന്ന ലേഖനത്തിലും അദ്ദേഹം എഴുതിവിടുന്ന ശബ്ദത്തിലും ഒരു RSS മൈൻഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ചുവയുണ്ടെങ്കിൽ അത് ചുമക്കേണ്ട ബാധ്യത കോൺഗ്രസ് ഇല്ല, ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. ഇത് വളരെ വ്യക്തമായ അസന്ധിഗ്ധമായ ഞങ്ങളുടെ നിലപാടാണ്. ശ്രീ റംഷാദ്, താങ്കൾക്കാണ് അദ്ദേഹം ആ അഭിമുഖം തന്നത്. ഒരുപക്ഷെ ദിലീപുമായി ബന്ധപ്പെട്ട കാര്യം ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്നുള്ള നിഷേധമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചെങ്കിലും കിട്ടിയില്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമല്ല. ഒരുപക്ഷെ ഷഫീർ അതിൻ്റെ ഒരു സാധ്യതയും വിട്ടു. ഒരു ഓൺലൈൻ പത്രത്തിൽ അല്ലെങ്കിൽ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖം എന്നത് വിശദീകരിക്കൂ. എന്തുദ്ദേശിച്ചായിരുന്നു അദ്ദേഹം മത തീവ്രവാദം എന്ന് പറഞ്ഞത്? ഒന്നുകൂടി ഇത് സന്ദർഭത്തിൽ നിന്ന് അടർന്നി വന്നതാണോ അതോ ബോധപൂർവം പ്രയോഗിച്ചതാണോ എന്ന് അദ്ദേഹത്തിന് പറയും. അജിംഷാ, അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യമായിട്ട് ഒരു ആമുഖം എന്ന പോലെ പറയാനുള്ള കാര്യം, ഇത് അദ്ദേഹത്തിന്റെ ബോധ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരാളുടെ ബോധ്യമാണല്ലോ അഭിപ്രായങ്ങളായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ബോധ്യം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളായി വരുമ്പോൾ ആ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും, ഭരണഘടനാപരമായി തന്നെ. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയോ ചേരിതിരിവോ ഉണ്ടാക്കുന്നതാണെങ്കിലാണ് അത് പ്രശ്നമാകുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ സാമൂഹികമായി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി ആയിരുന്നിട്ട് ഒരാഴ്ച മുമ്പ് മാത്രം സ്ഥാനമൊഴിഞ്ഞ അദ്ദേഹം ഇത്ര സ്ഫോടനാത്മകമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ വലിയ അതീവ ഗൗരവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്താണെന്ന് ഇതിനെ കൺവിൻസ് ചെയ്യാൻ, സമൂഹത്തെ കൺവിൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ എത്തിച്ചേരുന്നു. ആമുഖമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഈ ദിലീപുമായ നടിയുടെ പ്രശ്നം മാത്രമല്ല, വിവാദം മാത്രമല്ല, ഞാൻ കുറേ കാര്യങ്ങൾ ഈ
55 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം പല കാര്യം ചോദിക്കാനാണ് മാധ്യമപ്രവർത്തനം എന്നൊക്കെ അഭിമുഖം ചോദിച്ചത്, അദ്ദേഹം അനുവദിച്ചത്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, മതതീവ്രവാദത്തെയും ഇടതുപക്ഷ തീവ്രവാദത്തെയും ഹാൻഡിൽ ചെയ്യുന്നതിൽ സുപ്രധാനമായ ഇടപെടലുകൾ നടത്തിയ പോലീസ് ഓഫീസറാണ് താങ്കൾ. അപ്പോൾ താങ്കൾ ആ രണ്ട് ഇഷ്യൂസിലും ഇപ്പോൾ എന്താ നിലപാട്, താങ്കൾ എന്ത് ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ആദ്യം മതതീവ്രവാദത്തെ നേരിടുന്ന കാര്യം, പിന്നെ എൻ്റെ മലയാളം വാരികയ്ക്ക് നൽകുന്ന ഇൻ്റർവ്യൂ ആണ് നമ്മൾ ആദ്യം ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തതാണ്, അത് വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതുമായിട്ട് കണക്ട് ചെയ്ത് കാണണം. അദ്ദേഹം ഈ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് അവസാനം അദ്ദേഹം പറയുന്ന കാര്യം, ചില സത്യങ്ങൾ മറച്ചു വെച്ചിട്ടോ മൂടി വെച്ചിട്ടോ കാര്യമില്ല, തുറന്നു തന്നെ പറയണം. ചില സത്യങ്ങൾ ഞാൻ പറയട്ടെ, ചില സത്യങ്ങൾ തൈലം പുരട്ടി മറച്ചു വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല, കൃത്യമായി പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുള്ള സത്യമാണ്, ആ സത്യം ഒരിക്കലും ആപേക്ഷികമാവില്ല. പക്ഷേ ചില ആളുകൾ സത്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആപേക്ഷിക്കുന്ന നിലപാടുകൾ എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള നിലപാടായിരിക്കും അദ്ദേഹം എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അതിൽ ബോധ്യപ്പെടേണ്ടതും വിശദീകരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുപോലെ മുസ്ലിം സമുദായം മുഴുവൻ മതതീവ്രവാദപരമാണോ? എല്ലാ സമൂഹത്തിലും എല്ലാ സമുദായങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും ഒരു ചെറിയ വിഭാഗം ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷമായാലും വർഗീയ മനോഭാവമുള്ളവരുണ്ടാവാം. പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് വ്യാപകമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളിന് റമദാൻ മാസത്തിൽ ഒരു മൗലവി നടത്തിയ പ്രസംഗം, 25,000 ആളുകൾ ക്രൗഡ് വരുന്നൊരു പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ ഒരു മൗലവി നടത്തിയ അഡ്രസ്സ് അദ്ദേഹത്തിന് വാട്സാപ്പിൽ അയച്ചു കിട്ടിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പശുവിനെ കൊല്ലുന്നു, പശുവിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നു എന്ന് പ്രകോപനപരമായി പ്രസംഗിക്കുന്നു പറയുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നു, അങ്ങനെയുള്ള പ്രസംഗങ്ങളുടെ ബാക്കി കൂടെ ഉണ്ട്, എന്നിട്ട് നമ്മൾ ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഡോക്ടർ ടി.പി. സെൻകുമാറിൻ്റെ ബോധ്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ട് വരുന്നത്. നമ്മൾ അതിനോട് കൂടി ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഡോക്ടർ സെൻകുമാർ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരുപാട് കോൺട്രവേഴ്സ്യലായ ഒരു കഴിഞ്ഞ ലാസ്റ്റ് സർവീസിൻ്റെ അവസാന ഘട്ടത്തിൽ വന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സർവീസ് ലൈഫ് നമ്മുടെ മുന്നിൽ, പ്രൊഫഷണൽ ലൈഫ് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം ഒരിക്കലും വിടുവായത്വം വിളിച്ച് പറയുകയോ ഉത്തരവാദിത്തരഹിതമായി എന്തെങ്കിലും പറയുകയോ ചെയ്യാറുള്ള ആളായി കാണാറില്ലല്ലോ. അദ്ദേഹം സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന ആളാണ്, നിലപാടുകൾ എന്തായാലും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് 1, 2, 3 എന്ന് അക്കമിട്ടൊരു മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയാണെന്നറിയാം, ഈ അഭിമുഖമാണ്, പ്രസിദ്ധീകരിച്ചു വരും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുമ്പോൾ അതിൽ കൃത്യമായി അദ്ദേഹത്തിന് മെസ്സേജ് ഉണ്ട്, അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുകൂടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ്, ക്രിസ്ത്യാനികളുടെ ജനനനിരക്ക് കുറയുമ്പോഴും ജനസംഖ്യ കുറയാത്തത് അവർ കുറേയൊക്കെ മതപരിവർത്തനം നടത്തുന്നത് കൊണ്ടാണ്. എന്നിട്ട് പോലും സംഘർഷമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ക്രിസ്ത്യൻ ലവ് ജിഹാദ് ഇല്ല, ആ ഓപ്പൺനെസ് അവർക്കുണ്ട്. മുസ്ലിം ലവ് ജിഹാദ് ഉണ്ട് എന്നാണ്. അതൊരു പക്ഷെ കോടതിയിൽ തന്നെ തള്ളിപ്പോയ കാര്യമാണ്. ശ്രീ എ വിജയരാഘവൻ എത്താം ഈ വർഗീയ അജണ്ടകൾ ചർച്ച ചെയ്യാൻ. ശ്രീ എ വിജയരാഘവൻ, അതാണ് ഒരു DGP ആയിരുന്ന മനുഷ്യൻ. നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ സെൻസസ് എടുക്കുന്ന കണക്കിൻ്റെ കമ്മീഷണർ ആയിരുന്നില്ല അദ്ദേഹം നോക്കൂ, ക്രിസ്ത്യാനികളുടെ ജനന നിരക്ക് കുറയുമ്പോൾ എല്ലാത്തിനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കാണുന്നതും വിലയിരുത്തുന്നതും. അതിനെ എങ്ങനെയാണ് വിവക്ഷിക്കേണ്ടത്? അത് കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ ചൂണ്ടിക്കാണിച്ചു, അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് എവിടെയാണെന്നുള്ളത് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ആദ്യം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധം കൊണ്ടും മുഖ്യമന്ത്രിയോട് വിരോധം കൊണ്ടും നമ്മൾ ആ ഗൗരവത്തിൽ അതിനെ കണ്ടില്ല. ഇവിടെ പിന്നെ ഈ നമ്മുടെ സെൻകുമാർ ഒരു രക്തസാക്ഷി പരിവേഷം എടുത്താണ് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും മാന്യനായ ഉദ്യോഗസ്ഥനാണ് താൻ എന്ന് സ്ഥാപിക്കപ്പെടുന്ന തരത്തിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി വലിയ പബ്ലിസിറ്റി മാനിയ കേരളത്തിലെ ഈ മാധ്യമങ്ങളാണ് വലിയ ഉത്തരവാദികൾ. വലിയ എല്ലാ മാധ്യമങ്ങളും കൂടി ഈ കേരളത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യനാണ് ഇദ്ദേഹം എന്നിവിടെ ഘോഷിക്കുകയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും അവർക്കെല്ലാം കൂടി അവിടെ മുഖത്ത് തുപ്പുന്നത് പോലെയാണ് ഈ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ദി മോസ്റ്റ് സെക്കുലർ. ഈ മതന്യൂനപക്ഷം ഏറ്റവും കോൺഫിഡൻസിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിലെ ഏറ്റവും മികച്ച സെക്കുലർ സ്ഥലമാണിത്. ആ സെക്കുലർ ഇടത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ് ഈ മാന്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ വിവക്ഷിക്കുക? കേരളത്തിൻ്റെ ആത്മാവ് കാണാത്ത ഒരാളാണ്, എല്ലാം വർഗീയമായി കാണുന്ന ആളാണ്. എല്ലാം വർഗീയമായി കാണുന്ന പറയുമ്പോൾ ഒരു ഹിന്ദു തീവ്രവാദിയെ പോലെയാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശിഷ്യൻ, സമശീർഷനാവാനാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ശ്രമിച്ചത്. അതാണ് അത് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ NR മധു, ഇവിടെയാണ് ഒരു കുടുക്കിരിക്കുന്നത്. അതായത് ഈ RSSുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വലിയ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ
വലിയ വായിൽ ആരെങ്കിലും ഇത്തരത്തിലൊരു ഹൈന്ദവ തക്ബീർ മുഴക്കിയാൽ നിങ്ങളൊക്കെ കൈ പൊക്കി അവരെ സ്വീകരിക്കുമെന്നൊരു ധാരണ ഈ പാവം സെൻകുമാറിനുണ്ട്. യോഗി ആദിത്യനാഥിനെ പോലെ, പ്രാച്ചിയെ പോലെ, മറ്റേ പിണറായി വിജയൻ്റെ തലയ്ക്ക് 1 കോടി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അത്തരത്തിൽ ഉള്ള ആൾ ഇവരൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും കോണുകൾ ഉയർത്തിയാൽ അധികാരവുമായി ഇവർക്കൊക്കെ ഇതിൻ്റെ ശീതള ചായവ ലഭിക്കും എന്നൊരു ധാരണയുണ്ട്. അത് നിങ്ങളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു കോൺ കൂടി, അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം കൂടി ഈ സെൻകുമാറിൻ്റെ വാക്കുകൾ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ നിരീക്ഷിച്ചാൽ RSS വർഗീയ പ്രസ്ഥാനമാണ് എന്ന നിങ്ങളുടെ മുൻവിധി കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. RSS ഒരിക്കലും ഒരു വർഗീയ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ്, ദേശീയ പ്രസ്ഥാനമാണ്. പിന്നെ ഈ ശ്രീ വിജയരാഘവൻ ഇവിടെ പറയുണ്ടായി കേരളം മതേതരത്വം പൂത്തു വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണെന്നൊക്കെ. ശ്രീ വിജയരാഘവനോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നും ഈ സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ ആൾക്കാർ ഇങ്ങനെ നിരനിരയായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. IS ഭീകരവാദികളെ രാജ്യത്ത് അറസ്റ്റ് ചെയ്ത 75-ൽ 21 കേരളത്തിൽ നിന്നാണ്. നിങ്ങൾ എന്തു മതേതരത്വത്തെക്കുറിച്ചും എന്ത് സമത്വസുന്ദരമായ സമൂഹത്തെക്കുറിച്ചും പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഇന്റർവ്യൂ എടുത്ത വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞ വാദത്തെ അടിവരയിടുന്ന വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. TP സെൻകുമാർ ഒരു വിടുവായനായ ഉദ്യോഗസ്ഥനല്ല. TP സെൻകുമാർ ഈ സത്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹം IG ആയിരുന്ന സമയത്ത് ഈ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അദ്ദേഹത്തെ അതുകൊണ്ടാണ് പുറത്താക്കിയത് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണുള്ളത്. ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു, വർഗീയതയെക്കുറിച്ച് ഇത്രയധികം വ്യാകുലപ്പെടുന്നവരാണ് ഈ ചർച്ച ഇന്ന് നടത്തുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതേ സമയത്ത് 4 ദിവസമായി ബംഗാളിൽ വർഗീയ കലാപം നടക്കുകയാണ്. ബംഗാളിലെ ബസീർഹഡില് അവിടെ വർഗീയ കലാപം നടക്കുക. ആരാ കലാപം നടത്തുന്നു? നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്തില്ല? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം അത് ചർച്ച ചെയ്തു? അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളാ, അതുകൊണ്ട് ഹിന്ദുക്കളുടെ ജീവനൊന്നും വിലയില്ല. അപ്പൊ RSSനെ നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് വർഗീയമായി പ്രഖ്യാപിച്ചു. അപ്പൊ എന്താ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇനി അടുത്ത ശ്രീറാം വെങ്കിട്ടരാമനെയാണ് വർഗീയവാദിയാക്കാൻ പോകുന്നത്. സത്യം പറയുന്നവനെ സംഖ്യയാക്കുക, പിന്നെ വർഗീയവാദിയാക്കുക. ഇത് തന്നെയാണ് സെൻകുമാറിനെ കുറിച്ച് നിങ്ങൾ ചെയ്യുന്നത്. സെൻകുമാർ നിങ്ങൾക്ക് അനഭിമതരാകാൻ കാരണം എന്താ? സെൻകുമാറിനെ പോലെ ഇത്രയും ദീർഘകാലം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി വിടുവായത്വം പറയില്ല എന്ന ഇന്റർവ്യൂ എടുത്ത വ്യക്തി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെ ഇവിടെ ഭരിക്കുന്ന ഞാൻ പറഞ്ഞത് അദ്ദേഹം സർവീസ് ഇരിക്കുമ്പോൾ കാണിച്ച സൂക്ഷ്മതയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ജനം അദ്ദേഹത്തെ വിശ്വസിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു എന്നാണ്. അതിനെ പശ്ചാത്തലത്തിൽ സംസാരിക്കരുത്. ഒരിക്കൽ കൂടി വിടുവായത്വം അദ്ദേഹം പറയില്ല എന്ന് ഞാൻ പറഞ്ഞ പശ്ചാത്തലത്തിൽ മാറ്റി അത് വ്യാഖ്യാനിച്ച് വേറെ രീതിയിലേക്ക് മാറ്റരുത് താങ്കൾ. ഞാൻ പറഞ്ഞത് സർവീസിൽ അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം പല കാര്യങ്ങളിലും സർവീസ് ഒഫീഷ്യലായ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായ പ്രസ്താവനകളോ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. സൂക്ഷ്മത, ആ സൂക്ഷ്മതയുടെ മറവിൽ സർവീസിൽ നിന്നിറങ്ങിയ ശേഷവും ആ ഒരു മാന്യതയുടെ മുഖം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ജനത്തെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതും ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനങ്ങനെ മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് വിടുവായത്തൻ പറയാത്ത ആളാണ് സെൻകുമാർ എന്ന ജനത്തിന് ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ജനം കഴിഞ്ഞ 11 മാസം ധാർമ്മികമായി പിന്തുണച്ചത്. ആ പിന്തുണയ്ക്ക് അദ്ദേഹം നൽകിയ ഒരു വേറെ മറുപടിയാണ്. ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, സാമാന്യ ബോധമുള്ള മലയാളിക്കറിയാം. അദ്ദേഹം നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടാണല്ലോ താങ്കളെ പോലെയുള്ളവർക്ക് ഇത്തരം ഒരു ഇന്റർവ്യൂ തന്നത്. അദ്ദേഹത്തെ IG സ്ഥാനത്ത് നിന്ന് ഈ ഗവൺമെന്റ് മാറ്റാനുള്ള കാരണം ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അതനുസരിച്ച് നടപടികൾ എടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനത്തിന്റെ ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. വർഗീയവാദത്തെ ഇവിടെ IS ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന ഭാരതത്തിലെ ഏറ്റവും പ്രധാന സംസ്ഥാനമായിരിക്കുന്നു. 75 IS ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തപ്പോൾ 21 പേര് കേരളത്തിൽ നിന്നാണ്. അപ്പൊ ഈ വസ്തുത ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇൻഫർമേഷൻ പുറത്തു വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് അന്വേഷിക്കണം. ഇവിടുത്തെ ഗവൺമെന്റ് അന്വേഷിക്കണം. തീർച്ചയായും. അതായത് ശ്രീ NR മധു, അതായത് ഇത്രയേറെ IS-കാർ ഇവിടെ നിന്ന് പോകുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഇതുപോലെ ഹൈന്ദവ തീവ്രവാദത്തെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്തില്ലല്ലോ എന്നതാണ് പ്രശ്നം. സാംസ്കാരിക സംഘടനയായ RSSന് അതിലൊരു അതൃപ്തിയും തോന്നുന്നില്ലേ? അല്ല, RSS ഒരു വർഗീയ സംഘടനയാണെന്ന് നിങ്ങളല്ലേ പറയുന്നത്? RSS എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ NGO ആണ്. നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. RSSനെ നിങ്ങൾ ആദ്യം തന്നെ വർഗീയ പ്രസ്ഥാനമായി ചിത്രീകരിക്കുകയാണ്.
സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്താ പറഞ്ഞു, ഈ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, നാഷണൽ സ്പിരിറ്റിന് എതിരായിട്ടുള്ള മതതീവ്രവാദത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ അർത്ഥം RSS ഒരു ദേശീയ സംഘടനയാണ്, ഈ രാജ്യത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ്. അപ്പൊ ഇവിടെ IS-കാർ ഈ രാജ്യത്തിന് വേണ്ടിയാണോ വാദിക്കുന്നത്? അതാണ് ദേശീയതയുടെ ശ്രീ എ വിജയരാഘവൻ അത് ഒരുപക്ഷെ പൊതുജനങ്ങളെ എപ്പോഴും അല്ലെങ്കിൽ വളച്ചൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സത്യം പറയുന്നവരെ സംഘിയാക്കുക, സത്യം പറയുന്നവരെ നിങ്ങൾ വർഗീയവാദിയാക്കുക, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ എ വിജയരാഘവൻ, അതായത് ഇങ്ങനെയാണ് ഒരു പൊതുജനത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പൊതുഭാവം ഇട്ട് കൊടുക്കുക. RSS നേരത്തെ പറഞ്ഞ പോലെ ഇതേ സങ്കേതം തന്നെയാണ് TP സെൻകുമാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ്? അല്ല, ഇതിൽ നമ്മൾ കണ്ടെച്ചാല് ലോകത്തെ ഏത് വർഗീയവാദിയും ഞാനൊരു വർഗീയവാദിയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലായിക്കൊള്ളണം. അത് പിന്നെ ഇസ്ലാമിക വർഗീയവാദിയായാലും പിന്നെ ഹിന്ദു വർഗീയവാദിയായാലും RSS ആയാലും. RSS എത്ര മനോഹരമായിട്ടാണ് ഒരു സാംസ്കാരിക സംഘടന എന്ന് പറയുന്നത്. പറയാനുള്ള അവരുടെ അവകാശത്തിലൊന്നും എനിക്ക് വിരോധമില്ല. പറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ താൻ പറയുന്നത് എങ്ങനെയാണെന്ന സമയത്ത് നല്ല ധാരണ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതൊക്കെ നമ്മൾ പൊതുവെ ഒന്ന് കിട്ടുന്നൊരു അവസരത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവാം എന്നേ ഉള്ളൂ. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പിന്നെ ഒരു ഭാഗത്ത് 21 പേര് കേരളത്തിൽ നിന്ന് ഏതോ വിവരമില്ലാത്തവർ പോയി എന്ന് മറ്റേ ഇവിടേക്ക്, അതൊക്കെ മതത്തിനകത്ത് വിവരമില്ലാത്തവരുണ്ടാവും. അവരൊന്നും ആ വിവരമില്ലാത്തവരാണ് ആ മതം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മഹാത്മാഗാന്ധിയെ വെടിവെച്ചൊന്നുണ്ടല്ലോ ഇവിടെ ഈ നാട്ടിൽ. ആ മതം മുഴുവൻ അങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആ പോകുന്നവരെ വെച്ചിട്ട് മതത്തെ ആകെ തീവ്രവാദി എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ ഈ പിന്നെ സെൻകുമാർ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആ ഇന്റർവ്യൂവിൻ്റെ മുഴുവൻ ഭാഗം നിങ്ങൾ നോക്കൂ. അദ്ദേഹം കേരളത്തിൽ നല്ല ഒരു മനുഷ്യൻ, ഒരു സുമനസ്സായ ഒരു മലയാളി, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം, അദ്ദേഹത്തിന് കിട്ടിയ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ ഉണ്ടാവും. ഒരു വർഷം കഴിയാതെ അത് അത്തരത്തിലൊന്നും പറഞ്ഞുകൂടാ എന്ന ചട്ടവിലക്കുകളുണ്ട്. അതെ, അദ്ദേഹം അത് വിലക്ക് ലംഘിച്ച് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, ഈ കേരളത്തിലെ ഒരു സൂപ്പർമാനാണ് താൻ എന്നുള്ള വളരെ തെറ്റിദ്ധാരണയാണ്. കാക്കിക്കുപ്പായിട്ട് കയറിയ അല്ല, ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് അദ്ദേഹം ബാർഗെയിൻ ചെയ്യാണ്. അദ്ദേഹം ഭാവി രാഷ്ട്രീയ യജമാനന്മാരോട് ബാർഗെയിൻ ചെയ്യുകയാണ്. അവർക്ക് വേണ്ടിയാണ്, അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ്, അവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്, കേരളീയ സമൂഹത്തിന് വേണ്ടിയല്ല. സ്വന്തം സ്ഥാനമാനങ്ങളുടെ ഭാഗമായി റിട്ടയർഡ് പോലീസുകാരെ സ്വീകരിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. ഇപ്പൊ മറ്റേ പോണ്ടിച്ചേരിയിൽ ഗവർണറായല്ലോ കിരൺ ബേദി പറഞ്ഞ ഒരു പിന്നെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ, പിന്നെ 3 ആളെ സസ്പെൻഡ് ചെയ്ത് ബന്ധാണ് അവിടെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല. ആ പരമ്പരയ്ക്ക് കയറാൻ പറ്റുമോ എന്നുള്ള വഴിമരുന്നെടുത്ത വാക്കുകളാണിത്. മലയാളി അങ്ങനെ തന്നെ. ആ വഴിമരുന്നുകൾ കാണുന്നുണ്ടോ ശ്രീ NR മധു? അദ്ദേഹത്തിന്റെ ഉദ്ദേശം അങ്ങനെ അങ്ങ് വസൂലായി പോകാൻ അനുവദിക്കരുത് നിങ്ങൾ എന്നുകൂടിയാണ് ശ്രീ എ വിജയരാഘവൻ ഇൻഡയറക്റ്റ് ആയി പറഞ്ഞത്. തീർച്ചയായും ഇപ്പോൾ നമ്മോടൊപ്പം ഹമീദ് ചെന്നമംഗലൂർ കൂടി ചേരുകയാണ്. ശ്രീ ഹമീദ് ചെന്നമംഗലൂർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ ഹമീദ് ചെന്നമംഗലൂർ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ ഹമീദ് ചെന്നമംഗലൂർ, അതായത് മുൻ DGP ആയ TP സെൻകുമാറിന്റെ അഭിമുഖം താങ്കൾ വായിച്ചിരിക്കും. തീർച്ചയായും ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ സെക്കുലറായ മനസ്സായി നാം കാണുന്ന MN കാരശ്ശേരി മാഷ് പോലും ഇപ്പോൾ പിന്നോട്ട് പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ താങ്കളെ ശ്ലാഘിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്നെ അദ്ദേഹം ശ്ലാഘിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. അതെനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് ആരെ വേണമെങ്കിലും മുസ്ലിം വിരുദ്ധനായിട്ട് ചിത്രീകരിക്കാം, ഹിന്ദു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1985 ഷാബാനു ബീഗം കേസിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ശരിയത്ത് വിവാദം നടന്നപ്പോൾ അന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് ഷാബാനു ബീഗത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ശരിയത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല അത് പറഞ്ഞത്. 1984-85 കാലഘട്ടത്തിൽ അന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ചരിത്രാധ്യാപകനായിരുന്ന പ്രൊഫസർ ഇർഫാൻ ഹബീബ്, ഇടതുപക്ഷ സഹയാത്രികനായ ഇർഫാൻ ഹബീബ് അത് പറഞ്ഞു. അക്കാലത്ത് EMS-നെ കുറിച്ച് മുസ്ലിം വർഗീയ സംഘടനകൾ മാത്രമല്ല
നമ്മുടെ നാട്ടിലെ നക്സലൈറ്റുകൾ പോലും പറഞ്ഞത് അദ്ദേഹം മൃദു ഹിന്ദുത്വവാദിയാണ് എന്നാണ്. ഇർഫാൻ ഹബീബിനെ കുറിച്ചും അതേ അഭിപ്രായം അന്ന് രേഖപ്പെടുത്തപ്പെടുകയുണ്ടായി. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് ചെച്നിയയിൽ അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ സോവിയറ്റ് യൂണിയനെതിരെ കലാപം നടത്തുകയുണ്ടായി. അന്ന് ചെച്നിയയിൽ കലാപം നടത്തിയ മുസ്ലിം തീവ്രവാദികൾ കമ്മ്യൂണിസത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ആ മുസ്ലിം തീവ്രവാദത്തെ ശക്തമായിട്ട് എതിർത്തവർ തന്നെയാണ്, വിമർശിച്ചവരാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ. മൂന്നാമത്, ചൈനയിൽ അടുത്ത കാലത്ത് സിൻജിയാങ് പ്രവിശ്യയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കുട്ടികൾക്ക് മുഹമ്മദ് എന്നോ അറഫാത്ത് എന്നോ മുജാഹിദ് എന്നോ ഉള്ള പേരുകൾ, അങ്ങനെ ഏതാണ്ട് 10-25 പേരുകൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇത് മുസ്ലിം വിരുദ്ധതയാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ നേരത്തെ ഞാൻ പറയട്ടെ. അപ്പോ ഇപ്പോ ഈ സെൻകുമാർ പറയുമ്പോൾ മാത്രം നമ്മൾ ഇത് കണക്കാക്കേണ്ടതില്ല. സെൻകുമാറിനെ നമുക്ക് വേഗം സംഖ്യയാക്കാം. സംഖ്യയാക്കപ്പെട്ടു EMS 1985. അതുപോലെ ഈ സംഖ്യയെ പോലെ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിക്കപ്പെട്ടു സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെച്നിയ പ്രശ്നത്തിൽ. ഇപ്പോഴാ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പറയുമ്പോൾ. പിന്നെ അദ്ദേഹം പറഞ്ഞ സ്ഥിതിവിവര കണക്കുകളുടെ കാര്യമൊക്കെ ആണെങ്കിൽ അത് വേറെ പ്രശ്നം. പക്ഷേ അദ്ദേഹം പറഞ്ഞല്ലോ 42 കുട്ടികൾ ജനിക്കുന്നു, 142 കുട്ടികൾ മുസ്ലിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. അത് ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് സ്ഥിതിവിവര കണക്കുകളുമായിട്ട് എത്രമാത്രം പൊരുത്തപ്പെടുന്നു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു വസ്തുതയുണ്ട്. അതല്ല ശ്രീ ചേന്ദമംഗലൂർ, അതല്ല ഈ പറഞ്ഞ ചെച്ചൻ വിഷയമായാലും ചെച്ചിനിയൻ വിഷയമായാലും ചൈനയുടെ ഉയ്ഗൂർ വിഷയമായാലും അടക്കമുള്ളതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് വേറെ കോണിൽ പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ മുൻ DGP ആയി ഇരിക്കുന്ന ആൾ ഇരുഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വർഗീയതയെ, താങ്കളോ MN കാരശ്ശേരി മാഷോ ഒക്കെ പറയുന്നത് പോലെ ഇരുഭാഗത്തുനിന്നും ഉണ്ടാകുന്ന വർഗീയതകളെ, പരസ്പരപൂരിതമായി ഉയർന്നു വരുന്ന ആ വർഗീയതകളെ ഒന്നുമല്ല വിമർശിക്കുന്നത്. മറിച്ച് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം എടുത്തു പറയുകയും അതിൻ്റെ അജണ്ടയും രാഷ്ട്രീയവും കൂടി കണ്ടുകൊണ്ട് വേണം താങ്കൾ ഇതിനോട് പ്രതികരിക്കാൻ. ഇത് 1985 EMS സംസാരിച്ചപ്പോഴും ഇതേ അഭിപ്രായ പ്രകടനമാണ് മറുഭാഗത്തുള്ളവർ നടത്തിയത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അന്ന് EMS മുസ്ലിം വിരുദ്ധനാണ് എന്നാ പറഞ്ഞത്. എന്തായിരുന്നു അന്നത്തെ മുദ്രാവാക്യം? നിങ്ങൾക്ക് ഓർക്കാമല്ലോ. അന്ന് മുസ്ലിം ലീഗുകാർ എന്തായിരുന്നു മുദ്രാവാക്യം പിടിച്ചത്? കെട്ടലുമായി ബന്ധപ്പെട്ടല്ലേ? അതെ, ശരീഅത്ത് പ്രശ്നവുമായി അതൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ ആ മുദ്രാവാക്യമൊക്കെ ഓർമ്മയുണ്ട്. ശ്രീ അമിത് ചേന്ദമംഗലൂർ, തീർച്ചയായും ശ്രീ A. വിജയരാഘവനിലേക്ക്. ശ്രീ A. വിജയരാഘവൻ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഈ രാഷ്ട്രീയത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു വല്ലാത്ത വിഷമുണ്ട്. ആ വിഷം എന്നത് ഒരു ഉദ്യോഗസ്ഥനായിരുന്ന എല്ലാ പൗരനെയും സമശീർഷതയോടെ കാണുന്ന സമീപനത്തിന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അതിൽ വർഗീയ അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ്. മുൻ DGPക്ക് BJP-കാരനാകാം, RSSകാരനാകാം. പക്ഷേ ഇത്തരം കണക്കുകളുടെ റേറ്റിംഗ് ഇട്ട് ക്രിസ്ത്യാനി, മുസ്ലിം എന്നുള്ള രീതിയിലേക്ക് വെച്ചാൽ ആ പേരുകളുള്ള മറ്റുദ്യോഗസ്ഥരെ ഒക്കെ അങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ന്യൂനപക്ഷ വർഗീയതയുടെ അജണ്ടക്കാർ അതിനെ നീങ്ങുന്ന അപകടം കൂടി അവിടെ ഉള്ളിരിപ്പുണ്ട്. ശ്രീ അമിത് ചേന്ദമംഗലൂരൊക്കെ അതാണ് ആ വിശാലാർത്ഥത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ കേസെടുക്കാൻ പ്രാപ്തമായ ഒരു കുറ്റമാണ്. എന്തൊക്കെ നടപടികളാകും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട്? അല്ല, സർക്കാർ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണോ ഇല്ല എന്നുള്ള എല്ലാ പ്രശ്നം അവിടെ ഇതിൻ്റെ ധാർമ്മികമായ ഭാഗങ്ങളാണ്. ഇപ്പം നമുക്ക് ഒരു ലീഗലായിട്ട് ഒരു ഇന്ത്യയിലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു അഭിപ്രായം പറയാലോ. അതല്ലേ, അദ്ദേഹം പുറത്തിറങ്ങി കിട്ടിയ ചാൻസിൽ അദ്ദേഹം തട്ടുകയാണ്. അല്ല, അവിടെ അതിൻ്റെ ഒന്ന് ചട്ടവിരുദ്ധം, അതാണ് പ്രശ്നം. അതിൻ്റെ ഉള്ളടക്കമാണ്. അത് ബന്ധപ്പെട്ട അധികൃതർ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത്തരം ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് കീ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ലഭ്യമാകുന്ന തൻ്റെ അറിവുകളെ, വിഷയങ്ങളെ പെട്ടെന്ന് വന്ന് സമൂഹത്തിലേക്ക് അത് പ്രവേശിപ്പിക്കുമ്പോൾ സമൂഹം ഇത്തരക്കാർക്കൊക്കെ ഒരു സാമൂഹ്യമായ ഒരു പിന്തുണ കിട്ടും. കാരണം വെച്ചാൽ ഇവരൊക്കെ ഉയർന്ന സ്ഥാനത്തിരുന്നു സത്യമാണ് ഈ പറയുന്നതെന്ന് പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാത്തവരൊക്കെ തോന്നാം. അതൊരു തകരാറുണ്ട്. അത് നമ്മളത് കാണേണ്ടത് എന്താ വെച്ചാൽ
യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ കാൽക്കുലേറ്റഡ് ആയ ഒരു സംസാരമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും മതാധിഷ്ഠിതമായി കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമൂഹം അങ്ങനെ മതാധിഷ്ഠിതമായിട്ട് കാണാൻ പാടില്ല. ഉദ്യോഗസ്ഥൻ ഈ കസേരയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കില്ലേ വിഷയങ്ങളെ കണ്ടിട്ടുണ്ടാവുക? ഇനി ഭാവിയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തെ വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലില്ലേ? പൊതുസമൂഹത്തെ വർഗീയവൽക്കരിക്കുക എന്ന സമീപനമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം ഒരു തന്നെയാണോ നിങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും കാണാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുക എന്നുള്ളതിനാണ് ഒന്നാം സ്ഥാനം. ഈ സമൂഹമാണ് ഇവരെ ബഹിഷ്കരിക്കേണ്ടത്. ഇത്തരം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പോകുമ്പോൾ ഈ കേരളീയ സമൂഹത്തിന് ഇന്നലെ വരെ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായമല്ല നാളെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തിന് പോലും ഇപ്പൊ സംഗതി വിളിട്ടി. അദ്ദേഹം ഒന്നാം വരി വായിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള അത് ശ്രമമല്ലെങ്കിലും വരി വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നോക്കണം ഒന്നാം വരിയുടെ താഴെ രണ്ടാം വരി ഉണ്ട് എന്ന് കണ്ടിട്ട് വേണം നമ്മൾ ഒന്നാം വരിയെ സമീപിക്കാൻ. അതും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടൊരു വിഷയം. എനിക്ക് അദ്ദേഹത്തിന്റെ വിരോധം കൂടി പറയുന്നത്. അപ്പൊ ഇവിടെ അല്ല, ഈ അഭിമുഖത്തിൽ എനിക്കറിയേണ്ടത്, ഈ അഭിമുഖത്തിൽ ഇത്തരത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാവുന്ന എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കാം. ചട്ടപരമായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വർഷത്തിന് മുമ്പ് പ്രതികരിക്കാൻ പാടില്ലെന്ന ചട്ടവിരുദ്ധമായ ചില നീക്കങ്ങൾ നിലവിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. സർവോപരി ഇത്തരത്തിലൊരു സ്ഥാനത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു വലിയ ഭീഷണി ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മനസ്സിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയം ഇട്ടുകൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തെയും നിയമപരമായി, രാഷ്ട്രീയമായി മാത്രമല്ല നിയമപരമായി സമീപിക്കാം. അങ്ങനെ നോക്കുമോ സാധ്യതകൾ എന്നതാണ് അത് നമ്മൾ കണ്ടത്. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിലെ ഒരു ഭാഗം മാത്രമാണ്, പ്രധാനപ്പെട്ട ഭാഗം. അത് ഇത്രയും ഈ ഒരു തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പബ്ലിക് എക്സ്പ്രഷൻസ്, പൊതുപ്രസ്താവനകൾ ഏതളവ് വരെ ചെയ്യാം, അതിൻ്റെ പരിധികൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഗവൺമെന്റ് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അവരത് പരിശോധിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും അദ്ദേഹം ചിലത് പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ബഹുസ്വര സമൂഹത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മളാരും തള്ളിക്കളയുന്നില്ല. ആ രാഷ്ട്രീയം പെശക്, അതാണ് നമ്മളിവിടെ ഊന്നി പറയുന്നത്. കേരളത്തിൽ ഈ പറഞ്ഞതും പ്രചരിപ്പിച്ചതും 100% പെശകും കളവുമാണ്. അതാണ് എൻ്റെ കാര്യം. വസ്തുതകളുടെ പിൻബലമില്ല ഇതിനൊന്നിനും. ഇപ്പൊ ക്രിസ്ത്യാനിക്ക് അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം വക. അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് പറയുന്നു, ഓം നമ ശിവായ പോലെ ഓം യേശു നമ എന്ന് പറയുന്നല്ലോ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരാള് ഇത് സത്യത്തില് അദ്ദേഹത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഉള്ളടക്കത്തിന്റെ ആഴത്തെക്കുറിച്ചുള്ള സാമൂഹ്യ പരിജ്ഞാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഷഫീർ 10 സെക്കൻഡ് കൊണ്ട് മറ്റൊന്നുമല്ല, മറ്റൊന്നിലേക്ക് പോകരുത്. സെൻകുമാറിന്റെ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അഭിപ്രായം പറയാം, പക്ഷേ അന്യന്റെ മൂക്കത്ത് തട്ടരുത്, കൈവീശാം എന്നാണല്ലോ നിങ്ങളുടെ നിയമമൊക്കെ പറയുന്നത്. അഡ്വക്കേറ്റ് കൂടിയാണ്. അല്ല, അതിനകത്ത് പറയേണ്ടത് സെൻകുമാർ പറയേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ്? സെൻകുമാർ എന്ന് പറയുന്ന DGPക്കെതിരായി നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയവും ഈ രാഷ്ട്രീയവും രണ്ടാണെന്നും അന്നത്തെ സംഭവ വികാസങ്ങളെ പിന്തുണച്ച കോൺഗ്രസിന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഒരു ധാർമ്മികപരമായ പിന്തുണ കൊടുക്കലിന്റെയും പ്രശ്നമില്ല എന്ന് ആധികാരികമായി പറയുക. ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, സെൻകുമാറിന് ഈ ഡാറ്റാസ് എവിടെ നിന്ന് കിട്ടി? സെൻകുമാർ ഇങ്ങനെ പറയാൻ പറ്റുന്ന ആളാണോ? സെൻകുമാറിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന പൊതുവായ നിയമപരമായ എന്തെങ്കിലും നടപടി എടുക്കാനുള്ള എടുക്കാൻ പറ്റും? ഇതിനകത്ത് 156 ക്ലോസ് 3 അനുസരിച്ചുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്തില്ല. നിയമപരമായിട്ട് നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ധാർമ്മികപരമായി സെൻകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെറുതാകാൻ പാടില്ലായിരുന്നു. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ബോധത്തിന് എതിരാണ് എന്നുള്ള സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അത് ഭയപ്പെടുത്തുന്ന വർഗീയതകൾ, വരുത്തിവെക്കുന്ന വിനകൾ നമ്മുടെ മക്കൾ റോഡിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വേർതിരിവുകളിലേക്ക് കൂടി വ്യാപിക്കണമെന്ന് പറഞ്ഞ ഒരു റഷ്യൻ കവിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ മുതലകൾ വളരുന്നു. ആ ചെളിവെള്ളത്തിൽ ആ മുതല നമ്മളെ കാർന്നു തിന്നും. DGP, മുൻ DGP ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മതേതര കേരളത്തെക്കുറിച്ചും താങ്കൾ പഠിക്കണം. ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.